ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളെ വീഡിയോയുടെ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നത്തെ ഒരു 3D ഇൻട്രോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനിപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കൈൻമാസ്റ്റർ ഓപ്പൺ ആക്കുക. കൈൻമാസ്റ്ററിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ക്രിയേറ്റ് ന്യൂവിൽ കൊടുക്കുക. ക്രിയേറ്റ് ന്യൂവിൽ കൊടുത്തിട്ട് 16:9 എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇപ്പോൾ വന്ന ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. എന്നിട്ട് അതിൽ മീഡിയ ക്ലിക്ക് ചെയ്യുക. മീഡിയ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജസിൽ പോവുക. ഇമേജസിൽ പോയിട്ട് ഈ ഫസ്റ്റിലത്തെ ഈ ഡാർക്ക് അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് അതിനെ ഫ്രണ്ടിലോട്ടൊന്ന് നീക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് സൈസ് കുറച്ചൊന്ന് വലുതാക്കി കൊടുക്കുക. എന്നിട്ട് ശരിയാക്കലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലെയറിൽ പോവുക. എന്നിട്ട് മീഡിയാസിൽ പോവുക. നമ്മളെ ചാനലിൻ്റെ ലോഗോ ആഡാക്കി കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ലോഗോ ആണ് കൊടുക്കുന്നത്. സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് വരെ ആ ബ്ലാക്ക് ഷെയ്ഡില്ലേ, അതിൻ്റെ ലാസ്റ്റ് വരെ നമ്മളങ്ങ് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് അടുത്ത ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ലെയറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺലോഡ്സിൽ പോവുക. ഡൗൺലോഡ്സിൽ പോയതിന് ശേഷം നമ്മളേതാ ഈ ഇൻട്രോൻ്റെ ലെയർ അത് കൊണ്ടുവന്ന് അത് ആഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ സിസറിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഈ ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഫുള്ള് ഫിറ്റായി ഇരിപ്പുണ്ട്. എന്നിട്ട് ഇവിടെ ഈ ലാസ്റ്റ് ആഡ് ചെയ്ത് നമ്മൾ ഈ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ക്രോമാക്കി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ അതൊന്ന് എനേബിൾ ചെയ്തിടുക. എന്നിട്ട് ശരിയാക്കൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം നമ്മളെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ഒന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മുകളിലത്തെ ഈ ബ്ലാക്ക് ഇത് കറക്റ്റായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളയുക. ആ ബാക്കിയുള്ള ഭാഗം റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. അതേ കണക്ക് നമ്മളെ ലോഗോ ഇതും കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശരിയൊക്കെ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ഇൻട്രോ സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. മുകളിൽ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലോ എന്ന് മാറ്റി കുറച്ചൊന്ന് ഹൈ ആക്കി ഇട്ട് കൊടുക്കുക. ഒരു 10-11 MB എന്നിട്ട് സേവ് ആക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ ഇൻട്രോ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ആക്കുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്.